വോട്ടെടുപ്പ് ഫെബ്രുവരി 5, വോട്ടെണ്ണൽ ഫെബ്രുവരി 8. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, രാജ്യതലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ തീയതി ഉൾപ്പെടെ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. രാജ്യതലസ്ഥാനം ഫെബ്രുവരി 5 പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഫെബ്രുവരി 5 വോട്ടെടുപ്പ് നടക്കുന്നത്. ഫെബ്രുവരി 8 വോട്ടെണ്ണൽ. സ്ഥാനത്ത് ഡൽഹിയിൽ ആര് ഭരണം നടത്തും എന്നുള്ളതിന്റെ ഫലപ്രഖ്യാപനം ഫെബ്രുവരി 8 ഉണ്ടാകും. അതായത് കൃത്യം ഇനിയും ഒരു മാസം ആണ് ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിലുള്ളത്. ജനുവരി 17 നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി. ഇതിനോടകം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ഡൽഹിയിൽ തീർത്തും ചൂടുപിടിച്ചിരിക്കുകയാണ്. വാദപ്രതിവാദങ്ങൾ ആം ആദ്മിയും BJPയും തമ്മിൽ, കോൺഗ്രസ് തമ്മിൽ അത്തരത്തിൽ ഇന്ത്യ മുന്നണിയില്ലാതെ കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം വാദപ്രതിവാദങ്ങൾ നടത്തുന്നു. BJP ആം ആദ്മി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രചാരണം നടത്തുന്നു. അത്തരത്തിൽ പ്രചാരണ രംഗം ഇതിനോടകം തന്നെ ചൂടുപിടിച്ചിട്ടുണ്ട്. ഇന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് തീയതികളുടെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ജനുവരി 17 നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി. ഫെബ്രുവരി 5 ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഫെബ്രുവരി 8 വോട്ടെണ്ണൽ നടക്കുക. ഞാനിപ്പോഴുള്ളത് ഡൽഹി BJP സംസ്ഥാന കാര്യാലയത്തിലാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടുകൂടി പ്രവർത്തകരും നേതാക്കളും തന്നെ എത്തിയിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. നമ്മോടൊപ്പം യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അർജുൻ ചേരുന്നുണ്ട്. അദ്ദേഹം മലയാളി കൂടിയാണ്. അർജുൻ, ഇന്നിപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് BJPയുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്? BJP വ്യത്യസ്തമായ പല രീതിയിലുള്ള ക്യാമ്പയിനുകളാണ് ഇപ്രാവശ്യം ഓർഗനൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഒരു സർക്കാർ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു കാര്യം ഞങ്ങൾ എന്തായാലും ഈ പ്രാവശ്യം അച്ചീവ് ചെയ്തിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള ഇപ്രാവശ്യം 10 വർഷമായിട്ട് കേജ്രിവാളിന്റെ ദുർഭരണം ഡൽഹിയിലുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വെള്ളക്കെട്ടുകൾ കൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാഫിക് ജാം ആയിക്കോട്ടെ, പൊല്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേജ്രിവാൾ ഏറ്റവും പുതിയതായിട്ട് ഉണ്ടാക്കിയ മണിമാളിക 84 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടാക്കിയ മണിമാളിക ആയിക്കോട്ടെ, ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാതെ പല രീതിയിലുള്ള കറപ്ഷനുകൾ മാത്രമാണ് കേജ്രിവാൾ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിന് കൂടെ തന്നെ കേജ്രിവാളിന്റെ മേജറായിട്ടുള്ള എല്ലാ മിനിസ്റ്റേഴ്സും ഈ പ്രാവശ്യം ജയിലിലായിരുന്നു. അതും വ്യത്യസ്തമായിട്ടുള്ള കറപ്ഷൻ വിഷയങ്ങളിലാണ് അവർ ജയിലിലുണ്ടായിരുന്നത്. ഇത്രയും കൂടുതൽ മിനിസ്റ്റേഴ്സ് ജയിലിലായിട്ടുള്ള ഒരു സർക്കാർ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് പോലും നമുക്ക് സംശയിക്കേണ്ടിരിക്കും. ഇത്രയധികം അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോഴും ഇത്തവണയും മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരം നിലനിർത്തുമെന്ന പ്രഖ്യാപനമാണ് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ മുൻപോട്ട് വയ്ക്കുന്നത്. എന്താണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക്? കാരണം ഒരു ഫ്രീ ബീസ് പൊളിറ്റിക്സ് ഡൽഹിയിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പരിധിവരെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ജനങ്ങൾ അതിലുള്ള തിരിച്ചറിവാണ് ജനങ്ങൾക്കുള്ളത്. മോദിജി പല രീതിയിലുള്ള സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റുകളാണ് ഡൽഹിക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 ദിവസം മുന്നേ 12,800 കോടി രൂപയുടെ ഈ പ്രോഗ്രാമുകൾ ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ സുബർമാൻ ഫ്ലാറ്റുകളാവട്ടെ, ഈ ജുഗ്ഗിയിലുള്ള അല്ലെങ്കിൽ ഈ സ്ലംസിലുള്ള ജനങ്ങളെ ഫ്ലാറ്റുകളിലേക്ക് മാറ്റാനുള്ള അല്ലെങ്കിൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴിലേക്ക് കൊണ്ടുവരാനുള്ള പല സ്കീമുകളും സെൻട്രൽ നേരിട്ട് തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പല സ്കീമുകളും കേജ്രിവാൾ സമ്മതിക്കാത്തത് അല്ലെങ്കിൽ കേജ്രിവാൾ അതിനോട് നിൽക്കാത്തത് കാരണം, അതുമായി സഹകരിക്കാത്തത് കാരണം ആയുഷ്മാൻ ഭാരത് പോലുള്ള പല പദ്ധതികളും ഡൽഹിയിലുള്ള ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എയിംസും സഫ്ദർജംഗും പോലുള്ള ഹോസ്പിറ്റലുകളിൽ ഡൽഹിയിലുള്ള ജനങ്ങൾക്ക്, ഡൽഹിയിലെ വോട്ടേഴ്സിന് അല്ലെങ്കിൽ ഡൽഹിയിൽ തന്നെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ചികിത്സ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഡൽഹിയിലുള്ള റോഡുകളുടെ അവസ്ഥ, ന്യൂ രാജേന്ദ്ര നഗറിൽ ആ കുട്ടികൾ മരിച്ച സംഭവം, ഡൽഹിയിലെ റോഡുകൾ അല്ലെങ്കിൽ ഡ്രൈനേജ് സിസ്റ്റം കറക്റ്റ് അല്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ്. ഈ കാര്യങ്ങളൊന്നുമല്ല കേജ്രിവാൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ശ്രദ്ധ ചെലുത്തിയത്. സ്വന്തം പാർട്ടിയിലേക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിലേക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് കേജ്രിവാൾ ഇത്രയും കാലം ഉണ്ടത്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ 10 വർഷത്തിൽ 75,000 കോടി രൂപയുടെ സെൻട്രൽ
സെൻട്രൽ ഗവൺമെൻറ് പ്രൊജക്റ്റുകളാണ് മോദിജി ഡൽഹിക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത്. അപ്പം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം എന്താണെങ്കിലും ജനഭൂരിപക്ഷം BJPയുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും. BJPക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് BJP സർക്കാർ ഡൽഹിയിൽ ഉണ്ടാക്കിയതിനു ശേഷം ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ BJPക്ക് ഈ പ്രാവശ്യം ജനങ്ങൾ അവസരം തരും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. ഓക്കെ താങ്ക് യു സോ മച്ച്. യുവമോർച്ചയുടെ വൈസ് പ്രസിഡന്റാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ BJPയുടെ ഒരു പ്രചാരണ രീതി ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ പ്രചാരണ രംഗത്തേക്ക് BJP ശക്തമായി തീരുന്നു. അപ്പോഴെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ആം ആദ്മി സർക്കാരിന്റെ ഭരണ പരാജയങ്ങൾ, അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ ആം ആദ്മി നേതാക്കൾക്കെതിരെ വരുന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, ഇവയിൽ കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് ആം ആദ്മി ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന പ്രചാരണം നടത്തിക്കൊണ്ടാണ് BJPയുടെ പ്രചരണം. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചാരണ മുദ്രാവാക്യം തന്നെ അഴിമതി സംഘത്തെ പുറത്താക്കാനുള്ള സമയമായി എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് BJP ഡൽഹിയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നത്. മദ്യനയ അഴിമതി ഉൾപ്പെടെയും ആം ആദ്മി സർക്കാരിനെതിരെ വരുന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, ഒപ്പം നിരവധി നേതാക്കളാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, സഞ്ജയ് സിംഗ്, കൂടാതെ മനീഷ് സിസോദിയ തുടങ്ങി അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിൽ അംഗമായിരുന്ന, ആം ആദ്മി മന്ത്രിസഭയിൽ അംഗമായിരുന്ന മുഴുവൻ പേർക്കും നിരവധി പേർക്കാണ് ശരി ജിഷ്ണു, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 5-ന് വോട്ടെടുപ്പ്, 8-ന് വോട്ടെണ്ണൽ.